ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം അടങ്ങിയിട്ടുള്ള വീഡിയോ ആട്ടോ. രാവിലെ നല്ല മഞ്ഞാണ്. ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല വെയിലുമായിരിക്കും. ഒരു കോഴിവേഴാമ്പൽ നമ്മുടെ ഈ പരിസരത്തൊക്കെ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് എപ്പോഴും ഒച്ചയും ബഹളമൊക്കെ കേൾക്കാം. ഇത് ഞായറാഴ്ച വൈകിട്ട് എടുത്ത വീഡിയോയാണ്. വൈകിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസത്തേക്ക് ഒരുക്കി റെഡിയാക്കി വെക്കുക. എന്നാലേ നമുക്ക് എളുപ്പം പണികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. റവ വറുത്ത് വെക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള റവ വറുത്ത് വെക്കുവാണ്. പിന്നെ ചിക്കൻ്റെ പാഴ്സ് മേടിച്ചിട്ടുണ്ട്, മീൻ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ കറിയും വെക്കണം. ചിക്കൻ്റെ പാഴ്സ് അങ്ങനെ എപ്പോഴും കഴിക്കുന്നത് നല്ലതൊന്നുമല്ല. എന്നാലും വല്ലപ്പോഴും ഒരു ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ കുറച്ച് മേടിക്കും കേട്ടോ. ഇങ്ങനത്തെ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് അങ്ങനെ മുഴുവനോടെ കഴുകിയിടാൻ പാടില്ല. അതിൻ്റെ ഉള്ളിൽ ബ്ലഡിൻ്റെ അംശമൊക്കെ ഉണ്ടാകും കേട്ടോ. അന്നേരം അതൊക്കെ കീറിയിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കടയിൽ നിന്ന് തന്നെ ഈ ചിക്കൻ പാഴ്സ് ക്ലീൻ ആയിട്ടായിരിക്കും നമുക്ക് തരുന്നത്. ഇവിടെയൊക്കെ അങ്ങനെ കേട്ടോ, ക്ലീൻ ആക്കിയിട്ടാണ് കിട്ടുന്നത്. എന്നാലും നമുക്ക് ക്ലീൻ ആക്കാനുള്ളതും കൂടി ഉണ്ടാവും. അങ്ങനെ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കഴുകുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ. കുറച്ച് സമയമൊക്കെ എടുത്ത് നന്നായിട്ട് വേണം കഴുകി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മുളകും മല്ലിയും മഞ്ഞളും മസാലയും കുരുമുളകും ഉപ്പും എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. കളറൊക്കെ മാറി വരണം. അന്നേരമായിരിക്കും കറിക്ക് നല്ല കളറും ടേസ്റ്റും മണമൊക്കെ ഉണ്ടാകുന്നത്. ഞാനിങ്ങനെ തന്നെയാണ് ബീഫിൻ്റെ ലിവറും ചിക്കൻ്റെ പാഴ്സും ഒക്കെ കറി വെക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊന്നും ചേർക്കത്തില്ല. പക്ഷേ ഇങ്ങനെ വെക്കുമ്പം ചാറായിട്ട് വെക്കാൻ പറ്റത്തില്ല. ഫ്രൈ ആക്കിയിട്ട് എടുക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളമേ ഒഴിക്കാവുള്ളൂ. പിന്നെ ചിക്കൻ്റെ പാഴ്സിനകത്തുനിന്ന് കുറച്ച് വെള്ളവും കൂടി ഇറങ്ങുവേ. പിന്നെ പൊടി നന്നായിട്ട് മൂപ്പിക്കണം. ചിക്കൻ്റെ പാഴ്സിന് കുറച്ച് നെയ്യുള്ളതും കൂടി ആണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചിക്കൻ പാഴ്സൊക്കെ അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചൂത മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് കറി വെക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കടുകും ഉലുവയൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ച് അതങ്ങനെ കറി വെക്കുന്നുണ്ട്. മുളക് കറി ആട്ടോ വെക്കുന്നത്, കോട്ടയം സ്റ്റൈല്. രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും പൂരിയും ഉണ്ടാക്കുന്നുണ്ട്. പൂരി ചേട്ടയെ കഴിക്കില്ലാത്തതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കണം. അങ്ങനെ രണ്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള കറിയാണ് പാഴ്സ് കറി. പാഴ്സ് കറി പിറ്റേ ദിവസത്തേക്കും ഉണ്ടാവും. ഇന്ന് കൊണ്ട് തീരത്തൊന്നുമില്ല. അപ്പോൾ മീൻ കറി ആവുന്നുണ്ട്, പാഴ്സ് കറി ആവുന്നുണ്ട്. പൂരിയും ചപ്പാത്തിയും കുഴയ്ക്കലും പരത്തലും എല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം പണികളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടി തലേദിവസം നമുക്ക് എന്നതൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം എളുപ്പം പണികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. ഒരു അരമണിക്കൂർ തലേദിവസം സമയം എടുത്താൽ മതി കേട്ടോ. അന്നേരം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും. തേങ്ങ ചിരണ്ടി വെക്കാനും പച്ചക്കറി അരിഞ്ഞ് വെക്കാനും. പിന്നെ പുട്ടിന് ഒക്കെ ആണെങ്കിൽ ഞാൻ പൊടിയൊക്കെ നനച്ച് വെക്കും. അന്നേരം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പിറ്റേ ദിവസം പുട്ടുണ്ടാക്കുന്ന സമയത്ത് പൊടി നനച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ ചിക്കൻ്റെ പാഴ്സൊക്കെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. മീൻകറി ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് എടുത്താൽ മതി. പിന്നെ പിറ്റേ ദിവസം കുറച്ച് പടവലങ്ങ തോരൻ വെച്ചു. ഉപ്പുമാവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചോറും വെച്ചു. വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എളുപ്പം പണികളൊക്കെ കഴിഞ്ഞു. തോരനുള്ളതെല്ലാം അരിഞ്ഞും പിന്നെ തേങ്ങ ചിരണ്ടിയൊക്കെ വെച്ചാൽ പിന്നെ നമുക്കെല്ലാം ഉണ്ടാക്കേണ്ട സമയമല്ലേ വേണ്ടതുള്ളൂ. തലേദിവസം ഒരു വയ്യാതെ കിടക്കുന്ന ആളെ കാണാൻ പോയതുകൊണ്ട് കോഴിക്ക് വൈകുന്നേരം കുറച്ച് തീറ്റ കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ചെടിക്കും പച്ചക്കറിക്കും വെള്ളം ഒഴിക്കാനും പറ്റിയില്ല. അതുകൊണ്ട് രാവിലെ അതൊക്കെ ചെയ്യണം. ഞാൻ രാവിലെ അടുക്കളയിൽ കയറിയപ്പോൾ മുതൽ കോഴികൾ പിന്നെ ഒച്ചയും ബഹളവും കാർച്ചയും എല്ലാം തുടങ്ങിയതായിരുന്നു കേട്ടോ. വൈകുന്നേരം കൊടുത്ത തീറ്റ ഉണ്ടെങ്കിൽ രാവിലെ അവർ എഴുന്നേറ്റ പാടെ അതങ്ങ് തിന്നോളും. ഇതിപ്പോൾ തീറ്റയൊന്നും കൂട്ടിലില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഒച്ചയും ബഹളമൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവർക്കുള്ള തീറ്റ ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞ് തുണി അലക്കാനുള്ളതൊക്കെ രാവിലെ അങ്ങ് മെഷീനകത്തേക്ക് ഇടും. പിന്നെ കല്ല് വെച്ച് അലക്കാനുള്ളത് ചേട്ടായും പിള്ളേരും ഒക്കെ പോയി കഴിഞ്ഞിട്ടേ അലക്കത്തുള്ളേ. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രം എല്ലാം കഴുകി കഴിഞ്ഞിട്ട് സിങ്കിൽ അഴുക്കും കറയൊക്കെ ഉണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്യും. ഇവിടെ ജലനിധിയുടെ വെള്ളമല്ലേ, അപ്പോൾ വല്ലപ്പോഴും പൈപ്പ് പൊട്ടുവോ അല്ലെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും കാരണം കൊണ്ട് വെള്ളം വരാതിരിക്കുകയോ ചെയ്യുമ്പോൾ പിറ്റേ ദിവസം വെള്ളം വരുമ്പം ഇച്ചിരി കലങ്ങിയ പോലത്തെ വെള്ളമായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഈ സിങ്കും ഒക്കെ ഒരു കളറൊക്കെ മാറിയിട്ടൊക്കെയാണ് വരുന്നത്. എത്ര കഴുകിയാലും നമ്മൾ എന്നും കഴുകുന്നതെന്ന് പറഞ്ഞാലും ഒരു കറ പോലെ അഴുക്ക് പോലെയൊക്കെ വരും. അപ്പം ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ ഒക്കെ ഞാൻ ഇതുപോലെ ഇച്ചിരി അപ്പക്കാരവും വിനാഗിരിയൊക്കെ ഒഴിച്ച് ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുവേ.
ആ 20 മിനിറ്റ് വെറുതെ നിൽക്കണ്ടല്ലോ, നല്ല വെയിലായിട്ടുണ്ട്. ഞാൻ വേഗം മിറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇന്നിപ്പോൾ ബത്തേരിയിലും പോകുകയും വേണം പണികളെല്ലാം ചെയ്ത് തീർത്തിട്ട്. മുറ്റമടിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ സിങ്കൊക്കെ നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകുക കേട്ടോ. പൈപ്പ് തുറന്ന് വെള്ളം ഒഴിക്കണ്ട, അന്നേരം ഈ അപ്പക്കാരും വിനാഗിരിയൊക്കെ പോകുമല്ലോ. പൈപ്പ് തുറക്കാതെ തുള്ളി വെള്ളം വേണമെങ്കിൽ നമുക്ക് കപ്പിലോ പാത്രത്തിലോ ഒക്കെ എടുത്തിട്ട് ഒഴിച്ച് തളിച്ചൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകണം. അത് കഴിഞ്ഞിട്ടേ പൈപ്പ് തുറക്കാവുള്ളൂ കേട്ടോ. അപ്പക്കാരവും വിനാഗിരിയും കൊണ്ട് നന്നായിട്ട് സിങ്കിൻ്റെ എല്ലാ മുക്കും മൂലയൊക്കെ തേച്ച് കഴുകിയെടുക്കണം. പിന്നെ ഒരു ബ്രഷ് ഇതിന് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കാം, നല്ലത് വേറെ ഒന്നിനും എടുക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ആ ബ്രഷ് കൊണ്ട് പിന്നെ എല്ലാം തേച്ച് കഴുകുന്നുമുണ്ട്. നമുക്ക് ബ്രഷ് കൊണ്ട് പിന്നെ നമ്മൾ സിങ്ക് കഴുകാൻ വേണ്ടിയിട്ട് ബ്രഷ് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കഴുകിയ ശരിയാവാത്ത സ്ഥലമൊക്കെ ടൂത്ത് ബ്രഷ് കൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയപ്പോൾ നല്ല സിങ്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല വൃത്തിയായേ. സാധാരണ വൈകുന്നേരം ചെയ്യുന്ന പണികളൊക്കെ ഇന്നിപ്പോൾ രാവിലെ ചെയ്യണമായിരുന്നു. പിന്നെ ബത്തേരിക്കും പോകണമല്ലോ, അതുകൊണ്ട് എളുപ്പം അടുക്കളയിലെ പണികളൊക്കെ ചെയ്ത് തീർത്തേച്ച് വേഗം പുറത്തെ പണികളും എല്ലാം ചെയ്ത് തീർത്തേച്ചാണ് കേട്ടോ ബത്തേരിക്ക് പോയത്. അങ്ങനെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ഇന്നിപ്പോൾ ഉപ്പുമാവും ആ ചോറും തോരനും വെച്ചതേ ഉള്ളൂ. അന്നേരം പെട്ടെന്ന് പണികളൊക്കെ ഞാൻ കഴിഞ്ഞു. പിന്നെ ബാക്കി സമയം വേഗം ക്ലീനിങ്ങിനൊക്കെ വേണ്ടി നിൽക്കാമല്ലോ. പിന്നെ പൂമ്പാറ്റൻ്റെ കൊമ്പ് കാപ്പി കളർ അല്ല, കാപ്പി കളറല്ല. എവിടെയെങ്കിലും പോകേണ്ടപ്പോഴോ ഒത്തിരി ക്ലീനിങ് ഉള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ അടുക്കളയിൽ ഒത്തിരി നേരം നിൽക്കാതെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ബാക്കി പണികളൊക്കെ വേഗം അങ്ങ് ചെയ്യും. ഫ്രീ ആയിട്ട് ഉള്ള സമയത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഇഷ്ടംപോലെ സമയം ഉണ്ടാവുമല്ലോ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യും. പിന്നെ ഉപ്പുമാവ് ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ പഴം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. പഴം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയത്. അടുക്കള ജോലികളൊക്കെ എളുപ്പം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടിപ്സൊക്കെ അടങ്ങിയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതായതുകൊണ്ട്. പിന്നെ പരമാവധി നമ്മൾ രാത്രിയിൽ എല്ലാ കാര്യങ്ങളും നമ്മളെക്കൊണ്ട് പറ്റുന്നത്രയും കാര്യങ്ങൾ പിറ്റേ ദിവസം ഉണ്ടാക്കേണ്ട സാധനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് തേങ്ങ ചിരണ്ടിയും പിന്നെ തേങ്ങ വറുത്തും മസാലപ്പൊടികളൊക്കെ ഉണ്ടാക്കിയും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കാം. അടുക്കള ജോലി എളുപ്പമാക്കാന്ന് പറഞ്ഞാൽ കുക്കിംഗ് മാത്രമല്ല, നമ്മൾ മക്കളെ സ്കൂളിൽ വിടുന്ന അമ്മമാരാണല്ലോ, അപ്പോൾ അവർക്ക് വേണ്ട യൂണിഫോമും ബാഗിലെ സാധനങ്ങളും എല്ലാം തലേദിവസം, കുഞ്ഞുമക്കളാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെയുള്ള സാധനങ്ങളെല്ലാം തലേദിവസം തന്നെ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും തിരക്കിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിളി വരുന്നത്. അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ എല്ലാം എടുത്ത് വെക്കുകയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ. ഞാൻ തലേദിവസം ഇച്ചിരി കഷ്ടപ്പെട്ടാലും പറ്റാവുന്നത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇച്ചിരി ഒന്ന് താമസിച്ചാൽ പിന്നെ ആകപ്പാടെ വെപ്രാളാവും. തലേദിവസം ചെയ്ത് വെച്ചാൽ പിന്നെ പണികളൊക്കെ എളുപ്പമാവും. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലിരിക്കുന്ന സാധനം പോലും തപ്പിയാൽ കാണത്തുമില്ല, ആകപ്പാടെ വെപ്രാളവും ഓട്ടവും ആയിരിക്കും. കുറച്ച് ദിവസമായി ഞാൻ ഈ പാത്രം കഴുകുന്ന സ്റ്റാൻഡൊക്കെ ഒന്ന് എടുത്ത് കഴുകണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും സമയമുണ്ട്, അതുകൊണ്ട് പാത്രം വെക്കുന്ന സ്റ്റാൻഡും പിന്നെ ഇത് സ്പൂണും തവിയൊക്കെ ഇട്ട് വെക്കുന്നതാണ്, അതും എല്ലാം അങ്ങ് തേച്ച് കഴുകി എടുത്ത് വെക്കുക. ഈ തിരക്കിൻ്റെ എല്ലാം ഇടയ്ക്കൂടെ ഒരു അപ്പച്ചൻ സൈക്കിളും ഒക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപൂർവമായിട്ട് കാണുന്ന കാഴ്ചയല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതാ. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.